Download now. CC Learning app. ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നീത. CSIR നെറ്റ് ഫിസിക്സ് ഈ വരുന്ന ജൂണിൽ നടക്കാൻ പോകുന്നതാണ്. അതിൻ്റെ 60 ഡേയ്സ് ബാച്ച് നമ്മളുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 60 ഡേയ്സ് കൊണ്ട് എങ്ങനെ CSIR നെറ്റ് എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 60 ഡേയ്സ് കൊണ്ട് ഫുൾ സിലബസ് കവർ ചെയ്തുകൊണ്ട് പ്രോബ്ലം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ്, നമുക്കറിയാം CSIRന് പ്രോബ്ലം ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ പ്രോബ്ലംസ് എങ്ങനെ നമുക്ക് സ്കിൽഫുള്ളി സോൾവ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബാച്ചിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ന് CSIRൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ് എന്ന് പറയുന്ന പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ 60 ഡേയ്സ് ബാച്ചിൽ നമുക്ക് ലൈവ് ക്ലാസ്സസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മോഡൽ എക്സാംസുകൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് മോഡൽ എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ വരുന്ന ജൂണിലെ എക്സാമിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഒരു 10 മോഡൽ എക്സാംസുകൾ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോൾ എക്സാം നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ആപ്പ്, CCയുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ആപ്പ് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം ഈ ആപ്പിൻ്റെ യൂസേജ് നിങ്ങൾ ഒന്ന് നോക്കുക. കാരണം നിങ്ങൾക്ക് ഒത്തിരി മോക്ക് ടെസ്റ്റുകളും കൂടുതൽ വർക്കൗട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫ്രീ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ടെസ്റ്റുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം വേഗം തന്നെ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് CSIRന് വേണ്ട ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എത്രത്തോളം പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഒരിക്കലും CSIRനെ അപ്രോച്ച് ചെയ്യേണ്ടത് സാധാരണ ഒരു എക്സാം പോലെയല്ല, കുറച്ച് ടഫായിട്ടുള്ള എക്സാം തന്നെയാണ്. നിങ്ങൾ പ്രോബ്ലംസ് എല്ലാം വളരെ ടൈം മാനേജ്മെൻറ്റോട് കൂടെ കുറഞ്ഞ ടൈമിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആപ്പ് എന്തായാലും ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ക്വിസസ് ഉണ്ടാവും, അതിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്, മോക്ക് ടെസ്റ്റുകളായിട്ടുണ്ട്, ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും അത് യൂട്ടിലൈസ് ചെയ്യുക നന്നായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. According to the shell model, the spin and parity of the two nuclei are respectively. രണ്ട് ന്യൂക്ലിയൈ തന്നിട്ടുണ്ട്, ആന്റിമണി ആൻഡ് സ്ട്രോൺഷ്യം. അവ രണ്ടിന്റെയും ന്യൂക്ലിയയുടെ സ്പിൻ ആൻഡ് പാരിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഷെൽ സ്ട്രക്ചർ, ഇതിന്റെ പ്രോട്ടോൺസിന്റെയും ന്യൂക്ലിയോൺസിന്റെയും, ന്യൂക്ലിയോൺസ് എന്ന് പറയുമ്പോൾ പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസ് ആണ്. അപ്പോൾ എല്ലാ പ്രോട്ടോൺസും എല്ലാ ന്യൂട്രോൺസും ഒരു ഷെൽ മോഡൽ സ്ട്രക്ചർ ഉണ്ട്. സെപ്പറേറ്റ്ലി അത് ഓരോ സബ് ഷെല്ലുകളിലായിട്ടാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം പ്രോട്ടോൺസിന്റെ എഴുതണം. അതിന് മുന്നേ പ്രോട്ടോൺസിന്റെ നമ്പർ, ന്യൂട്രോൺസിന്റെ നമ്പർ, ഇത് രണ്ടും സെപ്പറേറ്റ്ലി ഓരോ എലമെന്റ്സിന്റെയും കണ്ടുപിടിക്കണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെൽ സ്ട്രക്ചർ എഴുതുന്നത്. അപ്പോൾ ഷെൽ സ്ട്രക്ചറിന്റെ ഒരു സീക്വൻസ് ഉണ്ട്, അതിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് നമ്മൾ ഓർത്തിരിക്കണം. അതിനു മുന്നേ ഇതിന്റെ പ്രോട്ടോൺ നമ്പറും ന്യൂട്രോൺ നമ്പറും എഴുതാം. ഫസ്റ്റ് ആന്റിമണി. പ്രോട്ടോൺ നമ്പർ എന്ന് പറയുന്നത് അതിന്റെ അറ്റോമിക് നമ്പർ ആണ്. എത്രയാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസ് P is equal to 51 ആണ്. ദെൻ ന്യൂട്രോണിന്റെ നമ്പർ എത്രയാണ്? ടോട്ടൽ ന്യൂക്ലിയോൺസിന്റെ എണ്ണമാണ് മാസ് നമ്പർ, അതാണ് 125. അപ്പൊ 125ൽ നിന്ന് പ്രോട്ടോൺസിന്റെ എണ്ണം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോൺസിന്റെ എണ്ണം കിട്ടും. അപ്പൊ ന്യൂട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് 125 മൈനസ് 51 ആണ്. 125 മൈനസ് 50 എന്ന് പറയുമ്പോൾ 75, ദാറ്റ് ഇസ് 74 ആണ്. ഓക്കെ, അപ്പൊ 74 നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ട്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ന്യൂക്ലിയോൺസിന്റെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ, പ്രോട്ടോൺസോ ന്യൂട്രോൺസിന്റെ എണ്ണം ഓഡ് നമ്പർ ആണെങ്കിൽ ആ ഓഡ് ന്യൂക്ലിയോണിന്റെ സ്പിന്നും പാരിറ്റി ആയിരിക്കും ആ ഹോൾ ന്യൂക്ലിയസിന്റെ സ്പിൻ ആൻഡ് പാരിറ്റി എന്ന് പറയുന്നത്. ഇനി ഈവൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ഈവൻ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണെങ്കിൽ സ്പിൻ ആൻഡ് പാരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും, സ്പിൻ എപ്പോഴും 0 ആയിരിക്കും, പാരിറ്റി എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. 0+ എന്ന് പറഞ്ഞാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. എങ്ങനെയാണെങ്കിൽ ഈവൻ ന്യൂക്ലിയൈ ആണെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് സ്പിൻ ആൻഡ് പാരിറ്റി എന്ന് പറയുന്നത് 0+ ആയിരിക്കും. അപ്പോൾ ഈവൻ ന്യൂക്ലിയോൺസ് ആണ്, അല്ലെങ്കിൽ പ്രോട്ടോൺ നമ്പറും ന്യൂട്രോൺ നമ്പറും ഈവൻ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ കാൽക്കുലേഷനിലേക്കൊന്നും പോകണ്ട, 0+ എന്ന് തനിയെ എഴുതാം. ഓക്കെ, കാൽക്കുലേഷന്റെ ആവശ്യമില്ലാതെ തന്നെ എഴുതാം. ഇനി അതറിയണമെങ്കിൽ ആദ്യം പ്രോട്ടോൺ നമ്പറും ന്യൂട്രോൺ നമ്പറും കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ പ്രോട്ടോൺ നമ്പർ 51 ആണ്, ന്യൂട്രോൺ നമ്പർ 74 ആണ്. അപ്പൊ ഈവൻ നമ്പർ ആയതുകൊണ്ട് ന്യൂട്രോണിന്റെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ന്യൂക്ലിയോണിന്റെ, അതായത് ഈ 51ാമത്തെ ന്യൂക്ലിയോൺ, അതാണ് ഓഡ് ന്യൂക്ലിയോൺ. അപ്പൊ ആ 51ാമത്തെ ന്യൂക്ലിയോണിന്റെ
ടോട്ടൽ ആംഗുലാർ മൊമെന്റവും അത് ഏത് ഷെല്ലിലാണ് ഒക്യുപ്പൈ ചെയ്യുന്നതും എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ന്യൂക്ലിയൈൻ്റെ ഈ ആന്റിമണി എന്ന് പറയുന്ന എലമെന്റിന്റെ അതിന്റെ ന്യൂക്ലിയയുടെ സ്പിൻ ആൻഡ് പാരിറ്റി കിട്ടും. അപ്പൊ ഈ 51st ന്യൂക്ലിയോൺ ആയ പ്രോട്ടോൺ എവിടെയാണ് ഏത് ഷെല്ലിലാണ് ഒക്യുപ്പൈ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം. അതിനായിട്ട് എന്ത് ചെയ്യണം, സീക്വൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർഡറിൽ എഴുതണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് സെക്കൻഡ് ടൈം 51st എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. 51st പ്രോട്ടോൺ അതിൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് ആന്റിമണിയുടെ ആണ്. 51st പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ ആദ്യം ആ ഷെൽ സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എസ് അത് ഓർത്തിരിക്കാനായിട്ട് നമ്മളതൊരു പിരമിഡ് ഷേപ്പിൽ ആ സീക്വൻസ് ഒന്ന് എഴുതി വെക്കുക. അതായത് എസ് പി പി ഡി എസ് ഡി എഫ് പി എഫ് പി ജി ജി ഡി ഡി ആൻഡ് എസ്. ഈ ഒരു ഓർഡർ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചേ പറ്റുള്ളൂ. ഇത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് അതിന്റെ കൂടെ വരുന്ന ആംഗുലർ മൊമെന്റ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതിന്റെ കൂടെ വരുന്ന നമ്പർ. ഓക്കെ, അപ്പൊ ആദ്യം 1s ഫസ്റ്റ് ടൈം ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടെ 1 ഇടാം. പി എന്ന് പറയുന്നതും ഫസ്റ്റ് ടൈം ആണ്. പിന്നെ ഒരേ റോയിൽ ഒരേ ലെറ്റേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് രണ്ടിനും ഒരേ സഫിക്സ് തന്നെ കൊടുക്കുക. അപ്പോൾ 1 തന്നെ വരും. ദെൻ ഡി ഇവിടെ ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 1 കൊടുത്തു. എസ് എന്ന് പറയുന്നത് ഇവിടെ സെക്കൻഡ് ടൈം ആണ് വരുന്നത്. അപ്പൊ 2 എന്ന് കൊടുക്കാം. ഇനി ഡി ഒരേ റോയിലുള്ള ഡി ആയതുകൊണ്ട് അതിന് 1 എന്ന് കൊടുക്കാം. ദെൻ എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത്. അപ്പൊ 1 ആണ്. പി എന്ന് പറയുന്നതോ സെക്കൻഡ് ടൈം ആണ് വരുന്നത്. അപ്പൊ 2 ഒരേ റോയിൽ ആയതുകൊണ്ട് 2 തന്നെ കൊടുക്കാം ഈ പിക്കും. എഫ് എന്ന് പറയുന്നതോ ഒരേ റോയിൽ ആയതുകൊണ്ട് അതിനും എഫ് 1 എന്ന് തന്നെ കൊടുക്കാം. ഇനി ജി എന്ന് പറയുന്നത് ഇവിടെ ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ 1 ആണ്. ഇവിടെ ഒരേ റോയിൽ ആയതുകൊണ്ട് അതിനും 1 തന്നെ കൊടുക്കാം. ഡി എന്ന് പറയുന്നതോ സെക്കൻഡ് ടൈം ആണ് വരുന്നത്. അപ്പൊ 2 ഒരേ റോയിൽ ആയതുകൊണ്ട് 2 തന്നെ കൊടുക്കാം. എസ് എന്ന് പറയുന്നത് ഇവിടെ മൂന്നാമത്തെ തവണയാണ് വരുന്നത്. അപ്പൊ 3. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോമാറ്റിൽ എഴുതുക. അതിനുശേഷം ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇതിന്റെ ഓരോ ഷെല്ലിന്റെയും ആംഗുലാർ മൊമെന്റം കണ്ടുപിടിക്കണം. ടോട്ടൽ ആംഗുലാർ മൊമെന്റം ജെ വാല്യൂ കണ്ടുപിടിക്കണം. ഫോർ ആൻ എസ് ഷെൽ, എസ് ഷെല്ലിന് ജെ വാല്യൂ, എസ് ഷെല്ലിന്റെ എൽ വാല്യൂ ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് 0 ആണ്. പി ആണെങ്കിൽ എൽ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഡി ആണെങ്കിൽ എൽ വാല്യൂ ഈസ് ഈക്വൽ ടു 2 ആണ്. എഫ് എൽ വാല്യൂ ഈസ് ഈക്വൽ ടു 3 ആൻഡ് ഫോർ ജി എൽ വാല്യൂ ഈസ് ഈക്വൽ ടു 4. ഇതിങ്ങനെ ഓർഡറിലാണ് പോകുന്നത്. അപ്പൊ ജി വരെ ഇത്രയും വരെ നമ്മൾ ഏകദേശം പഠിച്ചിരുന്നാൽ മതി. ഇതിന് താഴത്തേക്കുള്ളത് പഠിക്കണം എന്നില്ല. ഒത്തിരി വലിയ നമ്പേഴ്സ് ഉള്ള ന്യൂക്ലിയകൾ തരാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇവിടം വരെയെങ്കിലും പഠിച്ചിരിക്കുക. അപ്പൊ ജി വരെ എൽ ഈസ് ഈക്വൽ ടു 4 ആണെന്നറിയാം. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഫോർ സ്പിൻ വാല്യൂ. സ്പിൻ വാല്യൂ എസ് എന്ന് പറയുന്നത് ഇത് ഷെല്ലാണ് എസ്. സ്പിൻ വാല്യൂ നമുക്കറിയാം ടോട്ടൽ ആംഗുലാർ മൊമെന്റം ജെ എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലാർ മൊമെന്റം പ്ലസ് സ്പിൻ ആംഗുലാർ മൊമെന്റം ആണ്. അപ്പൊ സ്പിൻ വാല്യൂ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താ? കോൺസ്റ്റന്റ്, ഹാഫ് ആണ് ഇല്ലേ? സ്പിൻ വാല്യൂ ഇസ് ഈക്വൽ ടു ഹാഫ് ആണ്. ഓക്കെ, അപ്പോൾ ഈ എസ് എന്ന് പറയുന്ന ഷെല്ലില് ജെ വാല്യൂ ഇവിടെയാണ് നമ്മൾ സാധാരണ എഴുതുക. ആ ജെ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ ജെ വാല്യൂ ആണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ജെ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് എസ് ആൻഡ് എൽ മൈനസ് എസ് ആണ്. മോഡുലസ് ഓഫ് എൽ പ്ലസ് എസ് ആൻഡ് എൽ മൈനസ് എസ്. അപ്പൊ ജെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ എൽ പ്ലസ് എസ് എന്ന് പറയുമ്പോൾ ഫോർ എസ്, എസിന്റെ ആണ് ഈ കണ്ടുപിടിക്കുന്നത്. എസ് ഷെല്ലിന്റെ ജെ വാല്യൂ ആണ് നമ്മൾ ഈ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ജെ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് ആൻഡ് എൽ മൈനസ് എസ് ആണ്. ഈ എസ് എന്നും ഈ എസും രണ്ടും രണ്ടാണ്, അത് മനസ്സിലാക്കണം. ഇത് ഷെല്ല്, ഇത് സ്പിൻ ആംഗുലാർ മൊമെന്റം. ഈ എസ് എന്ന് പറയുന്നത് ഹാഫ് ആണ്. ഇനി എൽ വാല്യൂ എന്താ? എസിന്റെ എൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. 0 പ്ലസ് ഹാഫ് ആൻഡ് 0 മൈനസ് ഹാഫ്, ദാറ്റ് ഈസ് ഹാഫ് ആൻഡ് ഹാഫ്. രണ്ടും ഹാഫ് ആയതുകൊണ്ട് നമ്മൾ ഒരു വാല്യൂ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് എസിന്റെ പിന്നെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും. എപ്പോഴും എസിന്റെ കൂടെ ഹാഫ് തന്നെയാണ് വരുന്നത്. ഇനി അതേസമയം ഇതുപോലെ തന്നെ പി ഡി എഫ് ജി എല്ലാത്തിന്റെയും നമുക്ക് ഈ വാല്യൂ ജെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ ഫോർ പിയും കൂടെ നമുക്ക് നോക്കാം. പി ആണെങ്കിൽ ജെ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് ആൻഡ് എൽ മൈനസ് എസ് തന്നെയാണ്. പിന്റെ എൽ വാല്യൂ എന്താ? 1 ആണ്. അപ്പൊ 1 പ്ലസ് എസിന്റെ വ്യത്യാസമില്ല, ഹാഫ് തന്നെയാണ്. 1 പ്ലസ് ഹാഫ് ആൻഡ്
1 മൈനസ് ഹാഫ് വരും. ഓക്കെ, 1 പ്ലസ് ഹാഫ് എന്ന് പറയുമ്പോൾ അത് 3/2 ആണ്. ആൻഡ് 1 മൈനസ് ഹാഫ് ഇസ് 1/2. അപ്പോൾ 3/2 1/2 പിക്ക് വാല്യൂ ഉണ്ട്. ഇത് രണ്ടും നമ്മൾ എടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഹയസ്റ്റ് വാല്യൂ ഏതാണോ, 3/2 ആണ് ഹയർ വാല്യൂ. ഹയർ ടോട്ടൽ ആംഗുലാർ മൊമെന്റം വരുന്നത് ലോവസ്റ്റ് എനർജി ആണ്. അപ്പോൾ 3/2 ആണ് ആദ്യം എഴുതേണ്ടത്. സെക്കൻഡ് നമുക്ക് 1/2 എഴുതാം. ഓക്കെ, രണ്ട് വാല്യൂസേ വരുള്ളൂ. എസിന് മാത്രമേ ഉള്ളൂ ഒറ്റൊരു വാല്യൂ. ഇനി അതുപോലെ തന്നെ അപ്പോൾ എസിന് ഹാഫ് വന്നു, പിക്ക് 3/2 ഹാഫും വന്നു. അങ്ങനെയാണെങ്കിൽ ഡിക്ക് നമുക്ക് എങ്ങനെ എഴുതാം? ഡിക്ക് നമുക്ക് 3/2 അതായത് 5/2 3/2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ എഫ് ആണെങ്കിലോ, എഫിനാണെങ്കിൽ 7/2 5/2. അപ്പോൾ ഓരോ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് കൂട്ടി എഴുതിയാൽ മതി. എസിന്റെ ഹാഫ്, പിന്റെ 3/2 ഹാഫ്, ഡിന്റെ വരുമ്പോഴോ 5/2 3/2, പിന്നെ എഫ് വരുമ്പോൾ 7/2 5/2, ജി ആവുമ്പോഴോ ജിന്റെ വരുമ്പോൾ 9/2 ആൻഡ് 7/2 ഇങ്ങനെ വരും. ഇത് ഓർത്തിട്ട് ഇത് ജസ്റ്റ് അങ്ങ് ഇട്ടിട്ട് പോയാൽ മതി. അപ്പൊ ഡിക്ക് എന്തൊക്കെയായിരുന്നു വന്നത്? 5/2 നെക്സ്റ്റ് 1ഡിക്ക് 3/2 എഴുതുക. എസിന്റെ കൂടെ എപ്പോഴും ഹാഫ് ആയിരിക്കുള്ളൂ. ഈ എഫിന്റെ വരുന്നത് 7/2 5/2 ആണ്. അപ്പൊ 7/2 രണ്ടാമത്തെ എഫിന് 5/2 കൊടുക്കുക. ഇനി 2p എന്ന് പറയുമ്പോൾ പിയുടെ ഏതൊക്കെയാണ്? 3/2 ഹാഫും തന്നെയാണ്. 2p ആയാലും ഇത് ആംഗുലാർ മൊമെന്റം, ടോട്ടൽ ആംഗുലാർ മൊമെന്റം മാറുന്നില്ല. 2p 3/2 2p ഹാഫ് വരുന്നു. ദെൻ ജിക്ക് എന്താണ്? 9/2 7/2 ആണ്. 9/2 7/2. ഇനി ഡിക്ക് എന്തൊക്കെയാണ്? 5/2 3/2 5/2 3/2 ആൻഡ് എസിന്റെ ഹാഫ്. ഇതാണ് ടോട്ടൽ ആംഗുലാർ മൊമെന്റം. ഇനി നമുക്ക് കാണേണ്ടത് ഓരോ ഷെല്ലില് എത്ര ന്യൂക്ലിയോൺസ്, ഇതാണ് ഒരു ഷെല്ല്, സബ് ഷെല്ല് എന്ന് പറയുന്നത്. ഈ സബ് ഷെല്ലിൽ എത്ര ന്യൂക്ലിയോൺസിന് അവിടെ ഇരിക്കാൻ പറ്റും? നമ്മളിപ്പോൾ പ്രോട്ടോണിന്റെ ആണ് എഴുതുന്നത്. അപ്പൊ പ്രോട്ടോൺസ്, എത്ര പ്രോട്ടോൺസ് അതിലിരിക്കും? എസ് ഷെല്ലില് 2 പ്രോട്ടോൺസിനാണ് ഇരിക്കാൻ പറ്റുന്നത്. ഓക്കെ, അതായത് 2j+1 അതാണ് നമ്പർ ഓഫ് ന്യൂക്ലിയോൺസിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ. 2 ഇൻറ്റു ജെ വാല്യൂ എന്താന്ന് നോക്കുക. 2 ഇൻറ്റു ഹാഫ് പ്ലസ് 1 അതായത് എത്രയാണ്? 2 ആണ് കിട്ടുന്നത്. അതുപോലെ ഓരോന്നിന്റെയും ഈ ജെ വാല്യൂ വെച്ചിട്ട് നമുക്ക് ഈ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നത് എഴുതാൻ പറ്റും. അപ്പൊ 2p 3/2 എന്ന് പറയുമ്പോൾ 3/2 ഇൻറ്റു 2 പ്ലസ് 1 ചെയ്യണം. അപ്പൊ 4 കിട്ടും. ദെൻ ഹാഫ് ഇൻറ്റു 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ അത് 2 ആണ്. ദെൻ 5/2 വരുമ്പോൾ അത് 6 ആണ്. ഇത് ഓരോന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ എളുപ്പത്തിന് ഓർത്തിരിക്കാനായിട്ട് ഈ 5/2 ആണെങ്കിൽ 5 + 1 ദാറ്റ് ഇസ് 6. ഹാഫിന്റെ കൂടെ ഇവിടെ 1 + 2 ചെയ്യുക, ഇവിടെ 3 + 1 ചെയ്യുക, 4 കിട്ടും. അങ്ങനെയാണ് നമ്മൾ ഇട്ടിട്ട് പോവേണ്ടത്. ഓക്കെ, അപ്പോ ഈ 51ാമത്തെ ഇത് 8 എണ്ണം ഉണ്ടാവും. ഇവിടെ ആണെങ്കിൽ 10 എണ്ണം ഉണ്ട്. ഇവിടെ 8 ന്യൂക്ലിയോൺസിന് ഇരിക്കാം. അങ്ങനെയാണ് ഓരോ സബ്ഷെല്ലിൽ എത്ര ന്യൂക്ലിയോൺസ് ഇരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. ഈ 2j+1 വാല്യൂ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി സ്പിന്നും പാരിറ്റിയും കാണാം. അപ്പൊ ഈ 51ാമത്തെ പ്രോട്ടോൺ എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. അതിനായിട്ട് 2 പ്രോട്ടോൺ ഇവിടെ ഇരുന്നു, 4 പ്രോട്ടോൺ ഇവിടെ ഇരിക്കാം. ഇവിടെ ആകുമ്പോൾ 2 പ്രോട്ടോൺ. അപ്പൊ 2 + 4 6 6 + 2 8. അങ്ങനെ 51 എണ്ണം എവിടെയാണ് വരുന്നതെന്ന് നോക്കുക. ഇത് ഓർഡറിലാണ് നമ്മൾ എഴുതുക. 1s ഹാഫ്, 1p 3/2, 1p ഹാഫ്, 1d 5/2, 2s ഹാഫ്, 1d 3/2. അങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് എഴുതുന്നത്. ഓർത്തിരിക്കാൻ എളുപ്പത്തിനാണ് പിരമിഡ് ഷേപ്പിലേക്ക് ആക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞാൽ ഓരോ ലൈൻ ബൈ ലൈൻ ആയിട്ട് നിങ്ങൾ ഓർഡറിൽ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക? അതിനുശേഷം ഈ 51ാമത്തെ പ്രോട്ടോൺ ഇതിൽ എവിടെയാണ് വന്ന് നിൽക്കുന്നതെന്ന് നോക്കുക. അപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കിയാൽ മതി. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയാണ് 51ാമത്തെ പ്രോട്ടോൺ വന്ന് നിൽക്കുന്നത്. അതായത് ഇവിടം വരെ 50 പ്രോട്ടോൺസിനെ കൊള്ളും. ഇത്രയും 50 പ്രോട്ടോൺസിന് ഇവിടെ ഇരിക്കാം. 51ാമത്തെ പ്രോട്ടോൺ എവിടെയാണ്? ഇതിലാണ് വന്ന് പെടുന്നത്. അവിടെ 8 പ്രോട്ടോണിന് ഇരിക്കാം, 8 ന്യൂക്ലിയോൺസിന് ഇരിക്കാം. പക്ഷെ ഒരെണ്ണേ അവിടെ വന്നിട്ടുള്ളൂ, 51 ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ പാരിറ്റിയും സ്പിന്നും കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഈ ഹോൾ ന്യൂക്ലിയസിന്റെ സ്പിൻ ആൻഡ് പാരിറ്റി എന്ന് പറയുന്നത് ഈ 51ാമത്തെ പ്രോട്ടോൺ എവിടെയാണോ ഇരിക്കുന്നത് അതിന്റെ സ്പിന്നും പാരിറ്റി കണ്ടാൽ മതി. അപ്പൊ അതിന്റെ സ്പിന്ന് പാരിറ്റി കാണാനായിട്ട് സ്പിൻ എന്ന് പറയുന്നത് ടോട്ടൽ ആംഗുലർ മൊമെന്റം ജെ വാല്യൂ എന്താണോ അതായിരിക്കും അതിന്റെ സ്പിന്ന്. അതായത് 7/2 ആണ് സ്പിന്ന് വരുന്നത്. ഓക്കെ, പാരിറ്റി എന്താ ചെയ്യേണ്ടത്? പാരിറ്റി കണ്ടുപിടിക്കാൻ -1/L ആണ് ചെയ്യാറുള്ളത്. അപ്പൊ പാരിറ്റി, ഫോർ പാരിറ്റി ഈ L എന്ന് പറയുന്നത് എന്താ? ഫോർ ജി വാല്യൂ, ഫോർ ജി L is equal to എന്താ? 4 ആണ് അല്ലെ? അപ്പൊ -1/4 ആണ്. ദാറ്റ് ഈസ് -1 ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ അത് +1 ആണ്. ഓക്കെ, അപ്പൊ പാരിറ്റി എന്താ? പോസിറ്റീവ് ആണ്.
എപ്പോഴും പോസിറ്റീവോ നെഗറ്റീവോ ആയിരിക്കുള്ളൂ, 1 എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ 7/2 പ്ലസ് ആണ് എന്തിന്റെ ഈ SB, അതായത് ആന്റിമണിയുടെ സ്പിൻ ആൻഡ് പാരിറ്റി വരുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സ്ട്രോൺഷ്യത്തിന്റെയും ചെയ്യാം. അവിടെയും ന്യൂട്രോൺ ആണ് 51ാമത്തെ ന്യൂട്രോൺ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇത് ഫുള്ള് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോട്ടോൺ ആണെങ്കിലും ന്യൂട്രോൺ ആണെങ്കിലും ഈ സീക്വൻസ് തന്നെയാണ്, കണ്ടുപിടിക്കേണ്ട രീതിയും ഇത് തന്നെയാണ്. അവിടെ പ്രോട്ടോൺ ഈവൻ നമ്പർ ആണ്, ന്യൂട്രോൺ ആണ് ഓഡ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആന്റിമണിയുടെയും ഇവിടെ ഇതിന്റെ ആയിരുന്നു നമുക്ക് എന്ത് കിട്ടിയത്, SBയുടെ 7/2 പ്ലസ് എന്ന് കിട്ടി. അതുപോലെ തന്നെ സ്ട്രോൺഷ്യത്തിന്റെയും കിട്ടാൻ പോകുന്നത് 7/2 പ്ലസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയാന്ന് നോക്കിക്കേ, ഇത് രണ്ടിലെയും സ്പിൻ ആൻഡ് പാരിറ്റി വരുന്നത് ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഓർഡർ അറിഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനിലേക്ക് എത്താം. ആ ഓർഡറും അതിന്റെ സബ്ഷെല്ലും എത്ര ന്യൂക്ലിയോൺസിന് അതിലിരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കി ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുത്തെ 60 days ബാച്ചിന്റെ കുറേ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന ജൂണിൽ നെറ്റ് മാത്രമല്ല JRFോട് കൂടിയ നെറ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 60 days ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ താങ്ക് യു ഓൾ, ബൈ.